ഈ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങൾക്കറിയോ പാർവതിയെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ആരാണെന്ന് അറിയോ? മഞ്ജു വാര്യരുടെ വിവാഹത്തിന് ഒരുക്കിയത് ആരാണെന്നറിയോ? നയൻതാരയെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിനൊക്കെ മുന്നേ ആദ്യമായി മേക്കപ്പ് ചെയ്യുന്ന ആരാണെന്നറിയോ? അതിനൊക്കെ ഉത്തരം എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് സെറ്റിലായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയായിരിക്കും, അനില ജോസഫ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. ഒരു 40 വർഷത്തോളമായി ഒരു ഫീൽഡിൽ ഒരു എക്സ്പെർട്ടൈസ് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാഷനാണെന്നറിയാം. ഫോർ അനില ജോസഫ് എന്താണ് ബ്യൂട്ടി, എന്താണ് സൗന്ദര്യം? എൻ്റെ മനസ്സിൽ സൗന്ദര്യം തന്നെ കുറച്ചൊരു നാച്ചുറാലിറ്റിയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം പണ്ടത്തെ കാലത്തെ പോലെ തലമുടിയും നമുക്കുള്ളത്, ഇപ്പോൾ ചുരുണ്ട മുടിയാണ് ചുരുണ്ട മുടി. എൻ്റെ മുടി കോലനായിപ്പോൾ, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ മുടി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് വരുന്നുണ്ട്. എനിക്ക് ചുരുണ്ട മുടിയായിരുന്നു ഭയങ്കര ഇഷ്ടം. അതുപോലെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമ്മളെങ്ങനെ ഇരിക്കുന്നോ അതിനെ നാച്ചുറലായിട്ട് കൊണ്ടുപോകും. അതിലാണ് ഇപ്പം നിറം കുറവാണെന്ന് ചിലരുടെ വിചാരം നിറം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാന്ന്. പക്ഷേ എത്രയോ പിള്ളേരാണെന്നോ നല്ല ഭംഗിയാണ് നിറം കുറഞ്ഞ പിള്ളേർക്ക്. കറുപ്പിന് 7 അഴകെന്ന് പറഞ്ഞാൽ പണ്ടൊരു മഹിളാരത്ന മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ നല്ല സൗന്ദര്യമുള്ള പിള്ളേരാണ്. വെളുപ്പിൽ മാത്രമല്ല, നിറത്തിൽ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോന്നിനും. പിന്നെ ചിലവരുടെ സ്വഭാവം, അതിലൊരുപാട് ബ്യൂട്ടിയുണ്ട്. അവരുടെ പെരുമാറ്റം, അവരുടെ ഒരു ഒരു വേർഡ്, അതിലൊക്കെ ഒരുപാട്, ഞാൻ അതിലെല്ലാമാണ് ബ്യൂട്ടി കാണുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു കല്യാണത്തിനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ നമ്മളോട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ജോലി എങ്ങനെ പോകണമെന്നായിരിക്കും. എനിക്ക് തോന്നുന്നു മാമിനെ കാണുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കാൻ താല്പര്യം, മുഖത്ത് പാട് വന്നു എന്ത് ചെയ്യാൻ പറ്റും, മുടി ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ പേരുടെ ആകുലതകളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഈ കോമൺ ആശങ്കകൾ എന്താണ് സ്ത്രീകൾക്ക് പൊതുവേ? ഇപ്പം എല്ലാവരും വന്ന് പറയുന്നത് മിക്കവാറും സൺടാൻ, അത് വലിയൊരു പ്രശ്നമാണ്. എല്ലാവരും വന്നിട്ട് പറയും, അയ്യോ വെയിൽ കൊണ്ടു, അല്ലെങ്കിൽ സ്കൂട്ടർ. ഇപ്പം എല്ലാവരും 2 വീലറല്ലേ. പണ്ടൊക്കെ അത് ഇത്രയും ഒന്നും ആരും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ജോലിക്ക് പോകട്ടെ ഇങ്ങനെ ഇത്രയും വെയിൽ കൊള്ളലൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ ജോലിയും അവരുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബിസിയാണ്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, പിള്ളേരുടെ കാര്യം നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞു, അയ്യോ അപ്പം ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ കൈ ഇവിടം വരെ കവർ ചെയ്തിട്ട് പോകും. പുള്ളിക്കാരി എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ അതിനുള്ള ടൈം കിട്ടുന്നില്ല മാഡം, ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഓർക്കത്തില്ല, ടൈം കിട്ടത്തില്ല എന്ന്. അപ്പം നമ്മൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ആഴ്ചയിൽ ഒരു 2 ദിവസം കുറച്ച് തൈര്, നമ്മൾ കുളിക്കാനായാലും കയറുന്നതിന് കുറച്ച് മുമ്പ് ഇച്ചിരി തൈരും ഇച്ചിരി 2-3 തുള്ളി നാരങ്ങാ നീര്, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവും. നാരങ്ങാ നീരും കൂടെ ഒന്ന് ചേർത്തൊന്ന് മുഖത്തും കയ്യിലുമൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല, ഇച്ചിരി തേനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറാണ് തേനിടുമ്പം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിട്ടിരിക്കും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പലരുടെ തലമുടി ഭയങ്കര ഡ്രൈ ആവുന്നു, മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു, പൊട്ടിപ്പോകുന്നു. അതിപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അങ്ങനെയൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് മിക്കവാറും അവിടെ ഇവിടെ ജോലിക്ക് പോകുന്ന പിള്ളേരൊക്കെ, ബാംഗ്ലൂരൊക്കെ ജോലിക്ക് പോയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് വരുന്ന പിള്ളേരെ മിക്കവാറും മുടി പൊഴിയും. അത് ഈ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർഡ് വാട്ടറിനുള്ള ഷാമ്പു കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച 1.5 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വീട്ടിലെ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പച്ചരി, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് ഫ്ലാക്സ് സീഡ്, പിന്നെ സോപ്പും കായ എന്ന് പറഞ്ഞ് കിട്ടും, അങ്ങാടിക്കടയിൽ കിട്ടും. ഇത് എല്ലാം കൂടെ, സോപ്പും കായ വേറെ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് അത് നല്ലപോലെ വേവിച്ച് 1 ദിവസം അത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നല്ലപോലെ അരിച്ചെടുക്കും. എന്നിട്ട് ആ അരിച്ചെടുത്ത വെള്ളം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെങ്ങും എടുത്ത് വെച്ചാൽ മതിയില്ല. മറ്റേത് 3 കൂടെ പൊടിക്കും. എല്ലാം കറക്റ്റ് സെയിം ക്വാണ്ടിറ്റിയിലാണ് അരി പൊടിക്കുന്നത്. പച്ചരി, ഉലുവ, ഫ്ലാക്സ് സീഡ്, ഇത് 3 കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ച് വെച്ചും തലേ ദിവസം ഒരു ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തിട്ട്, ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ തോർത്തിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ട് തുണിക്കകത്ത് അരിച്ചെടുത്ത് എളുപ്പമുണ്ട്. തോർത്തിൻ്റെ അകത്ത് ഒന്ന് അരിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ പ്രഷറും കൂടെ, അതിൻ്റെ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഒരു സ്റ്റാർച്ചി ഇതുണ്ടല്ലോ, അതും കൂടെ വരും. കൊഴുകൊഴുപ്പ് പോലത്തെ അതും എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് നമ്മളത് നന്നായിട്ട് അതങ്ങോട്ട് തലയിലോട്ടൊന്ന് നല്ലപോലെ കുറച്ച് നേരം ഒന്നൊരു 4-5 മിനിറ്റ് ഒന്ന് തേച്ച് വെക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുടിയിൽ എണ്ണ ഇരിക്കത്തില്ല, ഓയിലും കാണത്തില്ല. മുടിക്ക് വളരെ നല്ലതാണ്. മുടി പൊഴിച്ചിലും മാറും. അതുപോലെ എന്തെങ്കിലും താരണം അങ്ങനത്തെ പലതിനും ഇത് ഒത്തിരി നല്ല ഇഫക്റ്റീവാണ്.
അത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോപ്പും കഴുകിയ വെള്ളമുണ്ട്. അത് നമ്മൾ എന്നും ഉപയോഗിക്കണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം പോലെ അതിട്ടാൽ മതി, ബെസ്റ്റാണ്. ഞാൻ മാമിനെ ആദ്യം ശ്രദ്ധിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ അതായത് ഒരു വീഡിയോയിലായിരുന്നു. മഞ്ജു വാര്യരുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു എന്നൊരു ഹെഡിങ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി നോക്കുന്നത്. അപ്പോൾ വീണ്ടും അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെയായിരുന്നു മഞ്ജു വാര്യരുമായിട്ടുള്ള കണക്ഷൻ, ആ വിവാഹത്തിൻ്റെ ആ മേക്കപ്പ്, ആ ദിവസം, അതിൻ്റെ ഒരു ഓർമ്മകളൊന്ന് പങ്കു. അത് പറയാം. മഞ്ജു വാര്യരെ ഞാൻ ആദ്യം മഞ്ജു വാര്യർ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ കിരീട ഉണ്ണിയാണ് ആ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ കിരീട ഉണ്ണിയുടെ വൈഫ് സരസ്വതി ഞാനും വളരെ ക്ലോസാണ്, എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പം ഞാൻ സരസ്വതി അപ്പോൾ പല ഫിലിം സ്റ്റാർസിനെയും എന്ന് വെച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തന്നെ രാജി വരാറുണ്ട്. അവർ സുരേഷ് ഗോപി തന്നെ ഞാൻ ആ ബ്യൂട്ടി പാർലർ ആദ്യം രണ്ടാമതൊന്ന് റിനോവേഷൻ ചെയ്തപ്പോൾ ഒന്ന് നോക്കി, ചേച്ചി നന്നായിട്ടുണ്ട്, വളരെ അടുപ്പമാണ്, നല്ല കൂട്ടാണ്. അത് കഴിഞ്ഞും അങ്ങനെ പലരും അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ മഞ്ജു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടി, കാരണം ഡാൻസൊക്കെ പഠിച്ചിട്ട് നന്നായിട്ടൊരു കഴിവുള്ള ഒരു കൊച്ച്, സിനിമയിലോട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നു. എനിക്കൊന്നും അന്ന് വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല, അല്ലേ? ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല, അത് ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് അതിൽ അപ്പോൾ എന്നോട് അപ്പോൾ ആദ്യമായിട്ട് ഈ മാഗസീനിൽ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അന്ന് ഈ നാനാക്കാരും മഹിളാരത്നക്കാരും ഒക്കെ എൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്. കുമാരിയമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, അല്ലേ ഒരു ഫോട്ടോ എടുക്കണം, അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ ഒന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സരസ്വതി പറഞ്ഞു, അല്ലേ വലിയ സ്റ്റാറൊന്നുമല്ല, എന്തായാലും നാളത്തെ സ്റ്റാറായെന്നിരിക്കും, അപ്പം ഒന്ന് അങ്ങ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഈ കുട്ടിക്ക് ഞാനന്ന് ഒരുക്കി കൊടുത്തു. അതിന് മുമ്പായിട്ടൊരു വെജിറ്റബിൾ പീൽ, ഒരു ഫേഷ്യൽ, അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും വലിയ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കണമെന്നോ അതിലൊന്നും, സത്യം പറഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കണ്ടത്. അതിനങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വീട്ടിൽ അമ്മയും വളരെ നല്ല സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. അമ്മയും മോളും കൂടെ വന്നു. അത് കഴിഞ്ഞേച്ചും വന്ന് വളരെ അത് എന്തൊക്കെയോ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയോ എന്തൊക്കെയാണ്, അതിനങ്ങനെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെ ഭയങ്കര ഞങ്ങൾ നല്ലൊരു സ്നേഹമായി. അത് നല്ല ഇപ്പോഴും വിളിച്ച് എൻലാൻഡി എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ട്. ഒരു അടുപ്പമായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ അറിയുന്നില്ല, ഇവിടെ ലവ് മാരേജിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പെട്ടെന്നൊരു ദിവസം മഞ്ജുവിന് ഇങ്ങനെ കല്യാണമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പം കല്യാണം കഴിഞ്ഞു എന്നുള്ള പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇനിയിപ്പോൾ അവിടെ എറണാകുളത്ത് റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ എൻലാൻഡി ഒരുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് സത്യം പറഞ്ഞത് വലിയൊരു ഷോക്കായിപ്പോയി. കാരണം മഞ്ജുവിൻ്റെ സിനിമ കുറച്ച് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അയ്യോ, എനിക്കാണെങ്കിൽ ആ സമയത്ത് സിനിമയൊക്കെ ഭയങ്കര സിനിമാ പ്രാന്താണ്. ഇന്നിപ്പോൾ അത്രയും നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് കൂടുതലും നമ്മൾ TV അങ്ങനെയല്ലേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയിരുന്നു കാണുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അയ്യോ, കെട്ടിച്ചു പോകണം. ആ സമ്മറിൻ ബേത്ലഹേം, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫിലിംസ്. എനിക്ക് ഭയങ്കര അങ്ങ് സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മഞ്ജു ഇനി അഭിനയിക്കുമോ? അപ്പം എന്താ പറയുക, മഞ്ജു ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് കല്യാണം ഞാൻ എറണാകുളത്ത് ഇവിടെ നിന്ന് 9 കല്യാണം എനിക്ക് ഒരുക്കാനുണ്ട് ട്രിവാൻഡ്രത്ത്. ആലോചിച്ച് നോക്കി, രാവിലെ 4 മണി തൊട്ട് ഈ 9 പേരെ ഒരുക്കി. നല്ല 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 കല്യാണങ്ങളെല്ലാം കുറച്ച് നല്ല ആൾക്കാരുടെ. അന്നെന്ന് പറഞ്ഞാൽ അരമണിക്കൂറൊക്കെ മതി ഒരു അസിസ്റ്റൻസ് പോയിട്ട് ബാക്കിയെല്ലാം ചെയ്തു വെക്കും. ഞാൻ പോയിട്ട് മുഖം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാൻഡ് ബാഗിൻ്റെ അകത്ത് എടുക്കേണ്ട സാധനങ്ങളേ ഉള്ളൂ എന്ന്. ഒരു കണ്ണെഴുതാനൊരു പെൻസിൽ കാണും, എന്തെങ്കിലും ഒരു ഐ ഷാഡോ കാണും, ഒരു ലിപ്സ്റ്റിക്ക്, കുറച്ച് കളേഴ്സൊക്കെ. അങ്ങനെ മുടിയൊന്ന് പിന്നിയിട്ട് അത്രേ ഉള്ളൂ, പെട്ടെന്ന് ഒരുക്കി കഴിയും. അത് കഴിഞ്ഞ് ഞാൻ നേരെ എറണാകുളത്തിന് കാറിൽ പോയി. അതിന് വൈകുന്നേരം 4:30 അവിടെ ചെന്നു. അടുത്ത മഞ്ജുവിനെ ഒരുക്കി. പക്ഷേ എനിക്കങ്ങ് ഒരുക്കി കഴിഞ്ഞാലും ഈ കുട്ടി ഇനി സിനിമയിൽ അഭിനയിക്കത്തില്ല, ഇതങ്ങ് ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കും. അത് തന്നെ തോന്നി എനിക്ക് അങ്ങനെ. എന്നാൽ പാർവതിയുടെയും ജയറാമിൻ്റെ കല്യാണ സമയത്തൊന്നും എനിക്ക് അങ്ങനെ, പാർവതി കുറേ സിനിമയിൽ വന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങ് വലിയൊരു സന്തോഷമായിരുന്നു. ഇതെനിക്ക് നേരെ ഓപ്പോസിറ്റ്, എനിക്കങ്ങ് സങ്കടം വരും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടോ, ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഒരുക്കി തിരിച്ചിവിടെ വന്നു. പിന്നെ ഞാൻ ആലുവയിൽ ദിലീപിൻ്റെ മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ പോയി കാണുമായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് മഞ്ജുവും മോളും വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്നേഹം, അത് ഇന്നും ആ ഒരു സ്നേഹം. മഞ്ജു വാര്യർ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ഈ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ മഞ്ജു വാര്യർ ഒന്ന് നടിയെ തിരിച്ചു കിട്ടുകയാണെന്നുള്ള വാർത്ത കണ്ടപ്പോൾ മാം വിളിച്ചിരുന്നോ? എന്തായിരുന്നു അപ്പോൾ തോന്നി? ഞാൻ വിളിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഈയിടെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മഞ്ജു എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും നമുക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ മഞ്ജു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ സൺഡേയ്സൊക്കെ ആയിരിക്കും വല്ലോ എന്തിനെങ്കിലും വരുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ട്രിവാൻഡ്രത്താണ് ഷൂട്ടിങ്ങൊക്കെ. ഇപ്പം ട്രിവാൻഡ്രത്ത് അത്രയും ഷൂട്ടിംഗ് ഇല്ലല്ലോ, പല സ്ഥലങ്ങളിലല്ലേ ഇപ്പം, അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടല്ലോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ഭയങ്കര തിരിച്ചു വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. മഞ്ജുവിൻ്റെ ഫിലിം ഏതുണ്ടെങ്കിലും ഞാൻ കണ്ടിരിക്കും. ഇപ്പോൾ തെന്നിന്ത്യൻ താരസുന്ദരി സ്വന്തമായിട്ട് ബ്യൂട്ടി ബ്രാൻഡ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്രാൻഡൊക്കെ ഓൺ ചെയ്യുന്ന സാക്ഷാൽ നയൻതാര. ഈ നയൻതാരയെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത് മാഡമാണെന്ന് കേട്ടിട്ടുണ്ട്, അതായത് ആങ്കറിങ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നയൻതാര ബ്യൂട്ടി ടിപ്സ് മാമിനോട് വിളിച്ച് ചോദിക്കാറുണ്ട് വിസ്മയത്തുമ്പത്തിൻ്റെ സമയത്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ അനുഭവം എങ്ങനെയാണ്? നയൻതാര ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊച്ചാണ്. തിരുവല്ലയിലാണ്, കോടിയാട്ട് എന്ന് പറയുന്ന ഫാമിലിയിലാണ്. എൻ്റെ അമ്മയുടെ വീടും തിരുവല്ലയാണ്. അപ്പോൾ നയൻതാര അമ്മയും കൂടെ ആദ്യം സൂര്യ ടി വിക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു അവർക്കൊരു ആങ്കറിനെ ഒന്ന് ഒരുക്കി കൊടുക്കണം. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പേരൊക്കെ അതിൻ്റെ അകത്ത് ഇന്ന ആൾ ഒരുക്കി തന്നു എന്നൊന്ന് കാണിക്കും. അതാണ് നമുക്കത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് നയൻതാര വന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം മിക്കവാറും ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വന്ന് കുറച്ച് അങ്ങനെ കുറേ പ്രാവശ്യം വന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരുക്കി കൊടുത്ത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനെന്ന് വെച്ചാൽ മാഗസീനിൽ എൻ്റെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ ചുമ്മാ ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഇടുമായിരുന്നു. അവരെ ഒരുക്കി ബ്രൈഡിനെ പോലെ ഒരുക്കി കാണിക്കുമായിരുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് ഞാൻ നയൻതാരെ ഒരു വൈറ്റ് സാരിയിലൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിലുണ്ട്, ആൽബത്തിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നെറ്റൊക്കെ വെച്ച് ക്രൗണൊക്കെ വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര നല്ലൊരു കൊച്ചാണ്. അതും വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അവസാനം വരെ ആ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ, വളരെ സിമ്പിൾ. എനിക്കതിപ്പം ഞാനിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറയുന്നില്ല, ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി നല്ലൊരു കൊച്ചാണ് നയൻതാരയും. നയൻതാരയുടെ അമ്മയും ഒരു ബ്രദർ വെളിയിലാണ്. നല്ലൊരിതാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ആദ്യകാലത്ത് അമ്മ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ തോന്നാറുണ്ടോ ഇവർ നാളെ ഒരു നിലയിലെത്തും, അങ്ങനെ എന്തെങ്കിലും ഒരു ഗട്ട് ഫീൽ തോന്നിയിട്ടുണ്ടോ? കാരണം എനിക്ക് നയൻതാര ഒരുക്കാൻ നേരം ഈ പറഞ്ഞ പോലെ ഭയങ്കര നല്ലൊരു ആ വിസ്മയത്തുമ്പത്തെ ഫസ്റ്റ് ഫിലിം എനിക്കത് നന്നായിട്ട് അഭിനയിച്ചായിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ഹാങ്കറിങ്ങും എല്ലാം കാണുമ്പോഴും നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ മഞ്ജുവിനെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ തന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു കഴിവുള്ള പിള്ളേരാണ് ഇതെല്ലാം. നമുക്ക് തന്നെ അറിയാം നാളെ ഇവരൊരു താരമാകും, മനസ്സിൽ തന്നെ തോന്നാറുണ്ട്. പിന്നെ കുറച്ച് പുറകോട്ട് പോയാൽ ഈ നാച്ചുറൽ ബ്യൂട്ടിക്ക് ഭയങ്കര പേരായിരുന്നു. ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു ശരിക്കും പാർവതി, അല്ലേ? എനിക്ക് തോന്നുന്നു മാമിൻ്റെ ആദ്യത്തെ സെലിബ്രിറ്റി പാർവതിയാണ്. ആ അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞ് ഷഹനാസ് ഹുസൈൻ്റെ ലൈസൻസ് എടുത്തു. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് ചോദിച്ച് വന്നു തുടങ്ങി. അപ്പം പലരും നമ്മളെപ്പറ്റി അറിയാൻ തുടങ്ങി. കാരണം ട്രിവാൻഡ്രത്ത് വേറെ ലൈസൻസ് എടുത്തിട്ടുള്ളവരാരുമില്ല. പിന്നെ കേരളത്തിൽ തന്നെ 2-3 പേർക്കേ ഉള്ളൂ ഷഹനാസ് ഹുസൈൻ്റെ ലൈസൻസ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് ഇംഗ്ലണ്ട് സെൽഫ് റിലീജിയസ് ഡിപ്ലോമ, അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെയാണ്. അപ്പോൾ അതിനൊരു ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അവരുടെ പ്രോഡക്ട്സ്, ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ അവരുടെ പ്രോഡക്ട്സ്, എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഓരോ സയൻറ്റിഫിക്കായിട്ട് നമുക്കിപ്പം ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിന്നിനത്, ഓയിലി സ്കിന്നിനത്, ഓരോ സാഗി എന്ന സ്കിന്നിനത്, അങ്ങനെ ഓരോ സ്കിന്നിനായിട്ട് നമുക്ക് ഓരോന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരു ഫേഷ്യൽ മാത്രമേ ഉള്ളൂ. പൗഡർ ബ്ലീച്ച് ഇട്ട് ഒരു ഫേഷ്യലും ചെയ്യാം. പിന്നെ അല്ലേ ഇപ്പോൾ പൗഡർ ബ്ലീച്ചൊന്നും ആരിടാനായിട്ടാണ്. അത് കഴിഞ്ഞും അപ്പം ഓരോ സയൻറ്റിഫിക്കായിട്ട് ഓരോ സ്കിന്നനുസരിച്ചിട്ടുള്ള. അപ്പം അങ്ങനെ കേട്ടിട്ടാണ് പാർവതി ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. ഞാനിങ്ങനെ പാർവതിയാണ്, എനിക്കൊന്ന് അങ്ങോട്ട് വരാനാ എന്ന് ചോദിച്ചു. അപ്പം ഞാനോർത്ത് പാർവതിയാണ്, ഏത് പാർവതിയാണോ? നീ സിനിമാ നടി പാർവതിയാണോ എന്ന് മനസ്സിലിങ്ങനെ ഓർത്ത് ഞാൻ. എന്നിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്, പാർവതിയാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് പാർവതിയാണ്. നല്ല കണ്ണുമൊക്കെ അല്ലേ. ഞാൻ പറയും പാർവതിയുടെ കണ്ണ് എഴുതിയാലും തീരത്തില്ലെന്ന്. അത് കഴിഞ്ഞും അപ്പം ഞാനിങ്ങനെ ആരോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിൻഡോയുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഉണ്ട് പാർവതി വരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു, പിള്ളേർക്കാണെങ്കിലും ഭയങ്കര കൂട്ടായിരുന്നു. പാർവതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ മോനും ആയിട്ട് വലിയ കൂട്ടാണ്. ഞാൻ വന്ന് ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ 2 പിള്ളേരെ പ്രസവിച്ചപ്പോഴും ഞാൻ അവിടെ പോയി കാണുകയായിരുന്നു. കല്യാണത്തിനും ഗുരുവായൂർ പോയി. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെയാണ് പോയത് ഗുരുവായൂർ പോയത്. ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. അന്ന് ഈ ആണുങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന ആരുമില്ല. അപ്പോൾ ജയറാമിന് എന്തോ കുറച്ച് മുഖത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പാർവതിയുടെ അടുത്ത് എൻ്റെ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, അശ്വതി ഇട്ട് കൊടുക്കുക. എനിക്കറിയാൻ വയ്യ ആണുങ്ങളുടെ അശ്വതി എന്ന് ഇച്ചിരി എന്നു വെച്ചാൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ജയറാം വളരെ നല്ലൊരു. മാം മോനിഷയും കൂടിയുള്ളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അയ്യോ, മോനിഷ എന്ന് പറഞ്ഞാൽ അതും നല്ല മോനിഷയുടെ അമ്മയും കൂടെ അവിടെ വരികയോ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പല ഫിലിമിൻ്റെ ഒരുപാട് സമയത്ത് വരുമായിരുന്നു. പക്ഷേ മോനിഷയുടെ എനിക്ക് അവസാനത്തെ ഒരു വിഷമം എന്നാന്ന് വെച്ചാൽ
നമ്മുടെ അവിടെ വന്ന് ഫേഷ്യലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബാംഗ്ലൂർക്ക് എല്ലാം വന്ന് ചെയ്ത് ഞങ്ങൾ അത്രയും നേരം വർത്തമാനം പറയുക. അടുപ്പത്തിലിരുന്ന് മോനിഷയുടെ അമ്മയാണെങ്കിൽ നല്ല വളരെ നല്ലൊരു ലേഡിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ ഇത്രയും മുടിയുണ്ട്. എന്നിട്ട് ആ മുടി വെട്ടിയത് ബാക്കി മുടി വരെ എന്നെ മോനിഷയുടെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് ബാക്കി മുടിയാന്ന് പണ്ട്. അത് കഴിഞ്ഞ് ഈ കുട്ടിയും അമ്മയും കൂടെ പിറ്റേ ദിവസം ബാംഗ്ലൂർ പോയിട്ട് 2 ദിവസത്തിനകം വരും. ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. ദൈവമേ, പിന്നെ കേൾക്കുന്നത് ഈ ആക്സിഡൻ്റാണ്. അതെനിക്ക് ഭയങ്കര അതായത് ഈ ആക്സിഡന്റ് നടക്കുന്നതിന്റെ തലേ ദിവസം മാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളുപ്പിനെയാണ് പോകുന്നത് ട്രിവാൻഡ്രത്തുനിന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. പിന്നെ കണ്ടിരുന്നോ മനുഷ്യയുടെ അമ്മയോ? പിന്നെ കണ്ടിട്ടില്ല. അതുപോലെ കേട്ടിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ്റെ വൈഫിനെ ഈ കല്യാണത്തിന് മുന്നേ അതവരുടെ പ്രണയം വീട്ടിലൊക്കെ അറിഞ്ഞ് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് വളരെ രഹസ്യമായിട്ട് പുറത്തൊന്നും പറയരുതെന്ന ഒരു ഗ്യാരണ്ടിയിൽ മാം ഒരുക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? ശരിയാണോ അത്? അത് ശരിയാണ്. കാരണം ആദ്യം കുഞ്ചാക്കോ ബോബൻ്റെ കല്യാണത്തിന് മുമ്പായിട്ട് ഇവർ തമ്മിൽ ഇഷ്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും അറിയുന്നില്ല. ഒരു വനിതയിൽ മാഗസീനിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചു പറഞ്ഞു, ജൂഡിൻ എന്ന് പറഞ്ഞ്, നമുക്കൊക്കെ ഫാമിലിയായിട്ട് അറിയാം. അപ്പോൾ ജൂഡിൻ എന്നെ വിളിച്ചു പറഞ്ഞു, അല്ല ചേച്ചി ഇങ്ങനെ ഒരാളെ ഒരുക്കണം, ഇങ്ങനെ കുഞ്ചാക്കോ ബോബൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. അപ്പോൾ അല്ല ചേച്ചി ഒരിക്കലും അത് പുറത്ത് പറയരുത്. വനിതയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ അതുവരെ പുറത്ത് ഈ ന്യൂസ് കൊടുക്കാനേ പാടില്ല. ഒരു മാഗസീൻകാർ പോലും എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ വന്നിട്ട് വേണം അടുത്ത എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി, ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തു. ഭയങ്കര നല്ല ഇതായിരുന്നു. നല്ല ചാക്കോച്ചനും വന്നിട്ടുണ്ട് അവിടെ പാർലറിൽ വിടാനായിട്ട്. മാം ഇതിലും കുറച്ച് പുറകോട്ട് പോയാൽ എറണാകുളത്ത് വളരെ ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലിയിലാണ് മാം ജനിച്ചെന്ന് കിട്ടുന്നത്. അതായത് കണ്ണെഴുതാൻ സമ്മതിക്കില്ല, വലുതായിട്ട് ഒരുങ്ങാൻ സമ്മതിക്കില്ല, പക്ഷേ രഹസ്യമായിട്ട് അപ്പൂപ്പനോടൊക്കെ പറഞ്ഞിട്ട് ഐബ്രോ പെൻസിലൊക്കെ വാങ്ങിയാൽ വരയ്ക്കുക. എങ്ങനെയായിരുന്നു ഈ പാഷൻ? അതായത് വീട്ടുകാർ ഒരുപാട് നോ പറയുന്ന ഒരിടത്തു നിന്നും അത് തന്നെ കരിയറാക്കുക എന്ന് ഉള്ള തരത്തിലേക്ക് വളർന്ന ഒരു ജേണി എങ്ങനെയായിരുന്നു? കാരണം എൻ്റെ അമ്മ വളരെ ഒരു പ്രാർത്ഥനക്കാരിയാണ്. അമ്മ മരിക്കുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരുക്കങ്ങളൊന്നും ഇഷ്ടമില്ല. പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും ലൈറ്റ് കളർ സാരി, പിന്നെ അപ്പോഴും പ്രാർത്ഥനയും ബൈബിൾ വായനയും, ഇങ്ങനെ ബൈബിളിലെ ഓരോന്ന് കോട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ കയ്യിൽ അധികം പുള്ളിക്കാരി അമ്മയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യത്തില്ല, പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും സാരി മേടിച്ചു അമ്മയൊന്നും ഉടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ, അല്ലാതെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞാനൊരൊറ്റ മോളാണ്. കാരണം മൂത്ത ബ്രദർ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ നഴ്സറി പഠിക്കുക, കുറേ വർഷം കഴിഞ്ഞുണ്ടാകുന്ന. രണ്ടാമത് ഒരു ബ്രദറും കൂടെ ഉണ്ട്. അപ്പോൾ അന്നേരം എന്നെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് 2 ആങ്ങളമാരും അതെ, അമ്മയും അതെ, അപ്പനും അതെ, എല്ലാം ഒക്കെ തരുമെന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളൊന്നും ഇഷ്ടമില്ല. അത് നമ്മുടെയൊക്കെ ഫാമിലിയിൽ അത് ഇങ്ങനെ ഒരുങ്ങി പൊട്ട് തൊടാൻ പാടില്ല, പൊട്ടൊക്കെ തൊടുന്ന വേറെ എന്തോ പോലെയാണ്, പൊട്ട് കൊടുക്കുന്ന ഇഷ്ടമില്ല, കണ്ണെഴുതുന്ന ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയായിരുന്നു. വലിയ സ്റ്റൈലിലൊന്നും നടക്കണ്ട, പെണ്ണുങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിൽക്കുക, ആ ഒരു രീതിയായിരുന്നു. പിന്നെ ഞാൻ ഇതിലോട്ട് ഇഷ്ടം വരുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയെ ഒളിച്ചു വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പോകുമ്പം ഐബ്രോ പെൻസിൽ ഓരോന്ന് മേടിച്ചിട്ട് പിന്നെ ആരെന്ത് ചോദിച്ചാലും പറയും ഗിഫ്റ്റ് വരുന്നതൊക്കെ എനിക്ക് ഈ ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് എനിക്ക് വേണ്ടത്, എന്തെങ്കിലും പൗഡർ പോലത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടം. പണ്ട് ഈ പെട്ടിക്കകത്ത് കുപ്പിവളയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ റോട്ടിൽ കൂടെ നടന്നു പോകും വിൽക്കാനായിട്ട്. ഞാൻ അവരെ എല്ലാം വിളിച്ച് കയറ്റി, ക്യൂടെക്സ് ഒക്കെ കാണുക അവരുടെ അടുത്ത്, അതെല്ലാം അയാളെയൊക്കെ വിളിച്ച് കയറ്റിയപ്പോൾ ഞാൻ ഓർക്കും ഇങ്ങനെ ഒരാളെ കെട്ടിയാൽ മതിയായിരുന്നു. കൊച്ചിലെ ഓർത്തിട്ടുണ്ട് എന്ന്, എന്തോരം വളകളൊക്കെ കിട്ടിയാനെന്ന്. അത് കഴിഞ്ഞ് അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണത്തിന് പോലും എൻ്റെ കാർ ഡെക്കറേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ എൻ്റെ മുടിക്കെട്ടും ഒക്കെ കുറേ എനിക്ക് സജഷൻസ്, ഇന്നത്തെ പിള്ളേരുടെ പോലെ എനിക്കന്ന് എൻ്റേതായ സജഷൻസ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ വലിയൊരു കേളിടണം, ഇവിടെ വലിയൊരു കേളിടണം, എൻ്റെ മുടി ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ സിനിമാക്കാർ ഹിന്ദി ഫിലിംസിലെയൊക്കെ മുംതാസൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ റോൾ ചെയ്ത് കെട്ടണം ഉണ്ടായിരുന്നു. അന്ന് ചൈനീസ് ഒരു ലേഡി ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ഞാൻ വെളുപ്പിനെ, അന്ന് ഞങ്ങളുടെ കല്യാണം പരുമലപ്പള്ളി വെച്ചിട്ടാണ് ഉച്ചയ്ക്ക്. ഞാൻ വെളുപ്പാങ്കാലത്തെ 3 മണിയായപ്പോൾ കൊച്ചി പോയി തലമുടി, എൻ്റെ സിസ്റ്ററിലെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി എല്ലാം എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി പോയി എൻ്റെ മുടിയെല്ലാം കെട്ടി, എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് മേക്കപ്പും കൂടെ ഞാൻ അവരെ കൊണ്ട് ഇടിച്ചു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നെ ഒരു വഴക്ക്, ഇതെന്തൊരു നീല നിറത്തിലിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മ കുറേയൊക്കെ തുടപ്പിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് തിരുവല്ലായി വെച്ചിട്ടായിരുന്നു കല്യാണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും ഞാൻ ഒരുങ്ങി നടക്കുന്ന ഇഷ്ടം.
അതുകൊണ്ട് എനിക്ക് എപ്പോഴും പുള്ളിക്ക് ഞാൻ നല്ലപോലെ സാരി കൊടുത്തു. ഇപ്പോൾ ഞാൻ എന്തോരം സ്വർണം എന്തെങ്കിലും ജ്വല്ലറി മേടിച്ചാലോ സാരി പുതിയത് മേടിച്ചാലോ ഒന്നും പുള്ളിക്ക് അവസാനം വരെ എന്നോടൊന്നും ഇതെന്തിനാണ് മേടിച്ചതെന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല. പുള്ളിക്ക് എപ്പോഴും ഞാൻ നല്ല ഒരുങ്ങി നല്ല സ്റ്റൈലിൽ, ഈവൻ സ്ലീവ്ലെസ് പോലും എന്നെ ഇടിയിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയും സ്റ്റൈലിൽ നടക്കുന്ന ഹസ്ബൻഡിന് ഇഷ്ടം, പുള്ളിക്ക് ഇഷ്ടമായിരുന്നുകൊണ്ട് എനിക്കത് എൻ്റെ ഒരു ഇഷ്ടം. പിന്നെ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അവളെ കെട്ടിയ ചെറുക്കന് ഇഷ്ടമാണെങ്കിൽ അവളുടെ ഇഷ്ടം, നമുക്കറിയാം. പ്രശ്നമില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതെ, പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ 19 വയസ്സിൽ വിവാഹം, 21 2 കുട്ടികളുടെ അമ്മ, അതിനുശേഷം ഈ കരിയർ പെർസ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ ഹെൽപ്പല്ല, സപ്പോർട്ടാണ് തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, 100%. അപ്പോൾ ഒരു 2005 അദ്ദേഹത്തിൻ്റെ ഒരു ശൂന്യത, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താന്ന് പോലും കാരണം ഞാൻ എപ്പോഴും എറണാകുളത്ത് നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ചിട്ട് ട്രിവാൻഡ്രത്തോട്ടധികം വന്നിട്ട് എനിക്കിവിടെ എല്ലാവരുമായിട്ട് എനിക്കങ്ങനെ വലിയ അടുപ്പമോ പരിചയം, നമ്മുടെ ആൾക്കാരെല്ലാം എറണാകുളം കോട്ടയാണ്. അപ്പോൾ ഇങ്ങോട്ട് ആരും ഇല്ല. അപ്പോൾ എനിക്കങ്ങോട്ട് എന്താ പറയേണ്ടത്, ആരോടെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചു വെച്ച് അങ്ങനെയൊന്നും പറയാനും അറിയാൻ വയ്യ. എല്ലാം വളരെ ഓപ്പണായിട്ട് അങ്ങനെ പറയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ എനിക്ക് ആര് പറഞ്ഞത് ശരി, ആര് പറഞ്ഞത് തെറ്റ്, ഇതൊന്നും അറിയാൻ വയ്യ. അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അമ്മ കൂടെ വന്നു. അമ്മ ഭയങ്കര സ്ട്രോങ് പേഴ്സണാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനയും ആ ഒരു ധൈര്യം, ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, സമാധാനമായിട്ടിരിക്കും. ഇപ്പം ഞാൻ എപ്പോഴും പറയും ബാബു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അമ്മ പറയും ബാബു ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാതിരിക്കുക, എന്നിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പഠിക്കണം. പിള്ളേർ 2 പേരില്ലേ, അവരെ നോക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതിലോട്ടങ്ങ് ആക്കി. അമ്മ ഒത്തിരി വർഷം അമ്മയുടെ സപ്പോർട്ടായിരുന്നു. അമ്മ എൻ്റെ കൂടെ ഇപ്പുറത്തെ കട്ടിലെ അമ്മയെ കിടക്കുന്നത്, ഞാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു രാത്രി ഉറങ്ങുന്നത്. വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സോ എന്ത് കാരണം കൊണ്ടും തനിയായി പോകുന്ന സ്ത്രീകളോട്, ഈ പാഷൻ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഒറ്റപ്പെടുകയോ ഡിവോഴ്സ് ആവുന്നു, ഇപ്പോൾ അവരുടെ കുറ്റം കൊണ്ട് തന്നെ ഡിവോഴ്സ് ആണെന്നില്ല, പല കാര്യം കൊണ്ടും ഡിവോഴ്സ് ആയെന്നിരിക്കും. പക്ഷേ അങ്ങനെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ലൈഫേ സ്പോയിലായി പോവുക ചെയ്യുന്നത്. നാളെ അവർക്ക് തോന്നും അയ്യോ എനിക്കിപ്പോൾ എത്ര ആത്മഹത്യകളാണ് കേൾക്കുന്നത്, എനിക്കിനി ജീവിക്കേണ്ട, അതും ഇതും വേണ്ടാത്തൊക്കെ തോന്നും. നമുക്ക് എന്തിലോട്ടെങ്കിലും ഒരു ഇൻട്രസ്റ്റ്, പുതിയ സംഗതികൾ പഠിക്കുക. ചിലർക്ക് നഴ്സറി ചെടിയുടെ അതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഈ പറഞ്ഞാൽ പെറ്റ്സിനെ വളർത്തലിഷ്ടം. നമുക്ക് എന്തോ ചിലർക്ക് പെയിൻറ്റിങ് വരയ്ക്കും. ഞാൻ പെയിൻറ്റ് ചെയ്യായിരുന്നു കുറേ, എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ. അതുപോലെ നമുക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ അതുപോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു വരുമാനമാവും, നമുക്ക് 10 പേരോട് പരിചയപ്പെടുകയും ചെയ്യാം. നമ്മൾ സ്ത്രീകളല്ലേ, നമുക്കെന്ത് പേടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഈ ലോകത്ത് ഒരു ജീവിക്കാൻ ഒന്നും കൂടെ ഒരു പരിചയം വരും, ധൈര്യം വരും. ഇനി നമുക്ക് ബ്യൂട്ടിയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, മുടി എല്ലാവരുടെയും ഒരു ആശങ്കയാണ്. ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഓക്കെ, കേളി ഹെയർ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രെയിറ്റ് ചെയ്യാം, കെരാറ്റിൻ ചെയ്യാം, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, കുറേ സംഗതികൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു കേളി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രീറ്റഡ് ഹെയർ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ? നമ്മൾ ഏറ്റവും നോക്കേണ്ടത്, ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം, ഏറ്റവും കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റ് വേണം ഉപയോഗിക്കാൻ. കാരണം കെമിക്കൽ കൂടുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കത് എന്തായാലും അന്നേരത്തേക്ക് ചെയ്ത് തരുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കും. പിന്നെ അതിൻ്റെ ദോഷം ഭയങ്കരമായിട്ടായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ടുണ്ട്, ആഫ്റ്റർ കെയർ ഉണ്ട്, അതും കൂടെ ഒന്ന് സൂക്ഷിക്കണം. കാരണം കുറച്ച് ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തലമുടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സാറ്റിൻ പില്ലോയിൽ തല ഉപയോഗിക്കുക, മുടി വെച്ച് കിടക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ കണ്ടീഷണർ ഇടുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം അങ്ങനെ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ബോട്ടോക്സ് ചെയ്യാനായിട്ടാണ്. ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത് MK ബോട്ടോക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിലേറ്റവും കെമിക്കൽ കുറവായിട്ടുള്ളതാണ്. അതാകുമ്പോൾ നമുക്കിപ്പം ഭയങ്കര കളേർഡ്, ചിലർ വരും മുടി ഭയങ്കര കളേർഡായിട്ട്, ചിലപ്പം ഈ പ്രീ ബ്ലീച്ചൊക്കെ ചെയ്ത് ലൈറ്റൻ ചെയ്തിട്ട് കളർ ചെയ്തിട്ട് വരുന്ന മുടി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള വേറെ വല്ലതും സ്ട്രെയിറ്റനിങ് പ്രോഡക്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരുടെ മുടി ഇങ്ങനെ പറഞ്ഞിങ്ങ് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരെന്ന് പറഞ്ഞാൽ 7-8 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നവർ പുറത്തുനിന്ന്. ഇപ്പോഴും കാനഡയിൽ നിന്ന് ഒരാൾ ഇന്നും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് സെപ്റ്റംബറിൽ വരാനായിട്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് പേര്. കാരണം ഞാൻ മനസ്സിലെപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഇത്രയും 38 വർഷം കഴിഞ്ഞ് 40 വർഷമാകാൻ പോകുന്നു.
അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേര് കളയാതെ അത് നിലനിർത്തിക്കൊണ്ട് പോകാം. പിന്നെ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ തലമുടിയിലും ഞങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആര് കൊണ്ടുവന്നാലും ഞാൻ പറയും ചുമ്മാ ഇത് ഇച്ചിരൂടെ വില കുറവാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാം ഇതല്ലേ ലാഭം. നമ്മൾ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ അല്ല, നമ്മളൊരു ക്ലയൻറ്റിന് ചെയ്ത് ഒരു പ്രാവശ്യം അവർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരുടെ മുടിയും പറഞ്ഞ് അവർക്ക് വിഷമമായി കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു വരുമോ? ഒരിക്കലും വരത്തില്ല. അപ്പം നമ്മൾ ഏറ്റവും മാക്സിമം നല്ലത് ചെയ്തു കൊടുക്കുക. പിന്നെ വരുന്നവരോടും ഞാൻ പറയും, നമുക്ക് ഇപ്പോൾ മുടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യുക. അല്ല എന്തെങ്കിലും പോയി തൽക്കാലത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നത്തെ വിഷമമായി. ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ എത്ര ഫ്രീക്വൻസിയിൽ തുടർന്ന് ചെയ്യേണ്ടി വരും? ഞാൻ പറഞ്ഞത് ഒരു 8 മാസമെങ്കിലും കഴിയാതെ പിന്നെ ചെയ്യരുത്. ഒരു ഗ്യാപ്പ് വെക്കണം. എത്ര പറഞ്ഞാലും ഇപ്പം റീടച്ച് എന്ന് പറഞ്ഞാലും റീടച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വരത്തില്ല നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും. അതുകൊണ്ട് എന്തായാലും ഒരു 8 മാസമെങ്കിലും ഒരു ഗ്യാപ്പ്. ഈയിടെ ഞാനൊരു ബ്രൈഡിനെ ഒരുക്കി, അത് വേറെ എവിടെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചിൻ്റെ മുടി മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് അത് എനിക്ക് വലിയ പാടായിരുന്നു എൻ്റെ തലമുടി കെട്ടാനായിട്ട്. എന്നിട്ട് ആ കൊച്ചു എന്നോട് ചോദിച്ചു ഇപ്പം തന്നെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല മോളെ, ഒരു വർഷം കഴിഞ്ഞിട്ട് പോകണ്ട, മുടിയിൽ എന്നിട്ട് ഞാൻ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ മുടിയിലെ മറ്റൊരു ഭയങ്കര ആശങ്കയാണ് താരൻ്റെ പ്രശ്നം. ഒരു പെട്ടെന്നൊരു താരനൊരു ഹാക്ക് പറയാൻ എന്തായിരിക്കും? താരന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം പലതരത്തിൽ താരനം വരും. ഡ്രൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ഒലിവ് ഓയിലും കൂടെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണെങ്കിലും മതി, നല്ലപോലെ ചെറുതായിട്ട് ചൂടാക്കി സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങ് മാറിക്കോളും. പിന്നെ ചിലവർക്ക് ഓയിലി ആയിട്ടുള്ളവർക്ക് വരും. ഓയിലി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഏതെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു മേടിച്ച് നമ്മളൊരു ആഴ്ചയിലൊരു ദിവസം വെച്ച് തേച്ച് 1.5 ദിവസം ആദ്യം തേക്കണം, ഒരാഴ്ച. പിന്നത്തെ ആഴ്ചയിലൊരു ദിവസം ആക്കണം. പിന്നെ അത് 2 ആഴ്ചയിൽ ഒരിക്കൽ ആക്കണം. പിന്നെ അപ്പോഴത്തേക്ക് കുറഞ്ഞ് നമ്മളത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വരുമ്പം അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ ഷാമ്പു എപ്പോഴും സ്കാൽപ്പിൽ വേണം തേക്കാനായിട്ട്, അല്ലാണ്ട് മുടിയിലല്ല. സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് കുറച്ച് നേരം ഒന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. മുടിയിലോട്ടെന്ന് പറഞ്ഞാൽ മിഡ് ലെങ്ത് ടു എൻഡ് വരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടീഷണർ ഇടുക. ഈ ഷാമ്പു ഉപയോഗിച്ചാൽ കണ്ടീഷണർ നിർബന്ധമാണോ? കണ്ടീഷണർ ഇടുന്നതാണ് നല്ലത്. കാരണം ചില ഷാമ്പു ഒക്കെ മുടി ഭയങ്കര ഡ്രൈ ആക്കും. ഈ ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോഴും സൾഫേറ്റ് ഫ്രീ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. പാരഫിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ. മാമിൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? ഞാൻ ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ, എന്തെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വെളിച്ചെണ്ണയ്ക്കകത്ത് സാഫ്രണില്ലേ, ഈ കുങ്കുമപ്പൂ, അത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ചൊന്ന് പൊടിച്ചിട്ട് അത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വെക്കും. എന്നിട്ട് അത് അപ്പോൾ ഇരുന്നിരുന്ന് അത് ആ ഒരു എണ്ണയ്ക്കൊരു ചുമന്ന നിറം വരും. പിന്നെ അത് മുഖത്തോട്ട് തേച്ച് നല്ലതായിട്ട് രാവിലെ എന്നിട്ടേയും തേച്ച് കുറച്ച് നേരം അതങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് കുളിക്കുന്നതിന് വരെ അത് കിടക്കും. അത് കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പം അത് അപ്പോഴാണ് വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എപ്പോഴും എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്തെങ്കിലും ഫൗണ്ടേഷനോ വല്ല ഉപയോഗിക്കണമെങ്കിൽ അത് മേക്കപ്പിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ട്, എനിക്കൊരു ട്രെൻഡിങ് ആണ് ഒരു കൊറിയൻ സ്കിൻ കെയർ. അതായത് ഒരു 10 ലെയർ ഓഫ് സിറം, ടോണർ ഒക്കെ വരുന്ന ഒരു 10 ലെയർ ഓഫ് കൊറിയൻ സ്കിൻ കെയർ. എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു ഹിറ്റായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ സ്കിന്നിന് ഇത്ര ലെയറിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആവശ്യമുണ്ടോ? ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ സ്കിൻ ഓരോ ടൈപ്പാണ്. ഇപ്പോൾ കൊറിയൻസിൻ്റെ സ്കിൻ പോലെയല്ല നമ്മുടെ സ്കിൻ കെയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ആ ഒരു രീതിയാണ് നമുക്ക് പറ്റുന്നത്. ഇപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതെ, അതുപോലെ അവരുടെ ഇപ്പം ഓരോ കാലിൻ്റെ അടി തന്നെ അവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ചുമന്ന് അങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ കാലിൻ്റെ അടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റേതായ നമ്മുടെ കുറച്ചും കൂടെ റഫല്ലേ, ക്ലൈമറ്റ് വ്യത്യാസം എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരാൾക്ക് അവർക്ക് വെള്ള സാരി നന്നായിട്ട് ചേർന്നു അപ്പോൾ നമുക്കത് ചേരണമെന്നില്ല. അല്ലെ അവർക്ക് ഇന്ന ബ്ലൗസ് ചോദിച്ചാൽ ആ പാറ്റേൺ കൊള്ളാം, ഒന്നും നമുക്ക് ചേരണമെന്നില്ല. അതുപോലെ ഓരോരുത്തരുടെ നമ്മുടെ ഒരു സ്കിൻ കെയർ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് സെലക്ട് ചെയ്യുകയാണോ എന്നുള്ളത്. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മാം സെലക്ട് ചെയ്യുന്നത്? പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഴിയുന്നതും മിനിമം യൂസ് ചെയ്യുക. ഇപ്പം ക്ലെൻസർ വേണമെന്നുണ്ടെങ്കിൽ സെറ്റാഫിലിൻ്റെയൊക്കെ ക്ലെൻസർ കിട്ടും. അത് എല്ലാവരും പൊതുവേ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ തന്നെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതാ വേണ്ടതെന്ന്. പിന്നെ ഡോക്ടേഴ്സിനടുത്ത് ചോദിക്കാം, നമുക്ക് നല്ല അടുപ്പമുള്ള സ്കിൻ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ എല്ലാവരും ബിസിനസ് ഒരു
ട്രെൻഡ് ആയതുകൊണ്ട് പൊതുവേ ഞാനിപ്പോൾ ആരെയും ഇതാക്കി പറയുന്നതല്ല. അപ്പം കുറച്ചും കൂടെ നമ്മളും കൂടെ ഒന്ന് നമ്മുടേതായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ നന്നായിരിക്കും. ഡോക്ടറോട് ചോദിക്കാം, തീർച്ചയായിട്ടും അഭിപ്രായം ചോദിക്കുന്നത്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കസിൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം ഞാൻ എന്തും പുള്ളിയെടുത്ത് കഴിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ സോണി എന്നോട് പറഞ്ഞു, സോണി ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല, ഒന്നും ചെയ്യേണ്ടെന്ന്. വളരെ മൈൽഡായിട്ടുള്ളൊരു സോപ്പ് തന്നെ അധികം മുഖത്തിട്ടുണ്ട് കഴുകാൻ. അങ്ങനെയാണ് സോണിയുടെ ഇത്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരിതാണ് തന്നേക്കുന്നത്, എൻ്റെ മനസ്സിലുണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്. അപ്പം മിനിമം സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തൊക്കെ നടന്നില്ലേ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മിനിമം പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഒത്തിരിയും പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വലിയ തോന്നുന്നില്ല. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലീൻ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. പറഞ്ഞ പോലെ ടോണിങ്, ക്ലെൻസിങ്, CTMP റൂളാണ് സ്കിൻ കെയർ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത്രയേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മേക്കപ്പിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മേക്കപ്പിലോട്ട് പോയാൽ മതി. ഓക്കെ. അപ്പോൾ വരുന്നവരോട് മാം അത് തന്നെയാണ് ഞാനത് തന്നെ പറയാറില്ലേ? പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിനെ കുറിച്ച് വേറെ ചോദിക്കാനുള്ളത്, വെളുക്കുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശം. ഈ ഗ്ലൂട്ടത്തയോൺ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് കോമണായി, മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ കുട്ടികൾ വരെ മാരേജിന് മുന്നേക്ക് ഈ ഗ്ലൂട്ടത്തയോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ കുറേ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നുണ്ട്, ക്ലിനിക്കുകളിലേക്ക് പോകുന്നുണ്ട്, ബ്യൂട്ടി ക്ലിനിക്കുകളിലേക്ക്. അപ്പം ആ പ്രവണതയെപ്പറ്റി ഞാൻ ഇന്നലെ ഈ ഗ്ലൂട്ടാതയോണിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ബോംബെയിലൊരു ആർട്ടിസ്റ്റോ കണ്ടിരുന്നോ, മോഡല്, അവർ മരിച്ചുപോയി, വളരെ ചെറുപ്പമുള്ളൊരു സ്ത്രീ. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് വെളുക്കാം, നന്നായിട്ടൊക്കെ ഇരിക്കാം, പക്ഷേ ഇതിനെല്ലാം ഇതിൻ്റേതായ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. എനിക്കൊന്ന് നമ്മുടെ ഒരു സ്കിന്നിൽ കംഫർട്ടബിളായിരിക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ കാരണവന്മാരൊക്കെ, പണ്ടത്തെ അമ്മച്ചിമാരുടെയൊക്കെ സ്കിന്നൊക്കെ എന്ത് രസമായിട്ടായിരിക്കുന്നത്. എനിക്കറിയാവുന്നൊരു അമ്മച്ചിയുണ്ട്, എൻ്റെ അമ്മയുടെ പ്രായമുള്ള, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരി ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സോപ്പും കായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തലമുടി എടുക്കുന്നത്. ഇത്രയും തലമുടിയാണ് എൻ്റെ അമ്മയ്ക്ക്, ഇത്രയും തലമുടി ഉണ്ടായിരുന്നു. അരച്ച മുടിയാണെങ്കിൽ ഇങ്ങനെ ഇവിടം വരെ കിടക്കുക. എൻ്റെ അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കളയും. അവരുടെയൊക്കെ സ്കിന്നും ഒക്കെ എന്തൊരു ഭംഗിയാണ്. നല്ല ഇതൊന്നും ചെയ്തിട്ടല്ല, നല്ല എണ്ണ തേക്കും. ഞാൻ കുറച്ച് സ്കിൻ കൺസേൺസ് പറയാം. മാമിനുള്ളൊരു ഹാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരമായിരിക്കും അത് പറഞ്ഞാൽ. ടാനിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ടാനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് തൈരും നാരങ്ങ നീരും കുറച്ചൊരു തേനും കൂടെ മിക്സ് ചെയ്തങ്ങ് മുഖത്ത് തേക്കാം. പിന്നെ ഇച്ചിരി ഓട്സും കൂടെ ഒന്ന് പുഴുങ്ങി ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് അതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ അത് നമ്മുടെ മുഖത്ത് നല്ല ഒട്ടിയിരിക്കും. അത് നല്ല ബെസ്റ്റ് ഒരു സാധനമാണ്. ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എന്താ ചെയ്യാൻ പറ്റുക? അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് കൂടുതലും പൊട്ടറ്റോയുടെ ജ്യൂസ് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ പതുക്കെ ഡിഫക്റ്റ് വരുള്ളൂ. നമ്മൾ ഒരു നേരം ചെയ്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോയില്ല എന്ന് പറഞ്ഞാൽ നോ രക്ഷ. പിന്നെ വേറൊരു കാര്യം, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം. രാത്രി മുഴുവൻ നമ്മൾ TVയും കണ്ട് ഫോണും കുത്തിയിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വെള്ളം കുടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കരിമാംഗല്യം വരാറുണ്ട്. അതെ, പിഗ്മെൻറ്റേഷൻ. ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയുമായിരുന്നു, നമുക്ക് കഷ്ടകാലം വരികയാണ്, അപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറയും. അതിനെന്താ ഒരു കഷ്ടകാലം ഒന്നുമില്ല, ഹോർമോണൽ ഇംബാലൻസും ചേഞ്ചും കൊണ്ട് വരുന്നതാണ്. അതിന് നമുക്ക് ചെയ്യാമെന്ന് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ലൈറ്റനിങ് ആയിട്ടുള്ള, അത് പക്ഷേ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലൈറ്റനിങ് ക്രീമോ വല്ലതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ, കാരണം അത് വന്നു കഴിഞ്ഞ് ഇച്ചിരി പോകാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ എന്തെങ്കിലും ഓരോരുത്തരുടെ സ്കിന്നിനെ പറ്റി അനുസരിച്ചിട്ട് ഒരു ലൈറ്റനിങ് ക്രീം വല്ലതും ഇട്ട് കഴിഞ്ഞാൽ അത് വ്യത്യാസം വരില്ല. പെട്ടെന്ന് അത് പോകത്തില്ല, അതിന് ഒരു രക്ഷയില്ല. കാരണം അതങ്ങനെയാണ്, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ആയുർവേദ എണ്ണകളോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ഒരുപാട് നല്ല ആയുർവേദ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് എണ്ണയൊക്കെ ഇറക്കുന്നുണ്ട്. ഈയിടെ നമ്മുടെ മാലാപാർവതി എന്നോട് ഒരു എണ്ണയെ പറ്റി പറഞ്ഞു തന്നു, ഒരു ഡോക്ടർ ലക്ഷ്മിയുടെ. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ആ ഓയിൽ. ഞാനും അത് മേടിച്ചിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. വൈകുന്നേരം കുറച്ച് നേരം, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം മുഖത്ത് കയ്യിലൊട്ടിച്ചിട്ട് വെച്ചിട്ട് നല്ലപോലെ കൈയൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് മുഖത്തും കഴുത്തിലും തേച്ച് എന്നിട്ടങ്ങ് കഴുകുക. എനിക്കത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയത്. അതുപോലെ എൻ്റെ പാർലറിലുള്ള ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ പറഞ്ഞു, അവരുമൊക്കെ അത് മേടിച്ചു. പിന്നെ ക്ലയൻസിനോട് ഞാൻ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു അത് കിട്ടാൻ. അതുപോലെ ഒരു നാച്ചുറൽ സ്ക്രബ് സെലക്ട് ചെയ്യാൻ, പഞ്ചസാരയും നാരങ്ങാ നീരും കൂടെ. പഞ്ചസാര തരിയായിരിക്കണം, അത് തീരെ അങ്ങ് അലിഞ്ഞു പോകരുത്. കുറച്ച് തരിയായിട്ട് തന്നെ പഞ്ചസാരയും നാരങ്ങാ നീരും കൂടെ ഇട്ട് നല്ലപോലെ മൂക്കിൻ്റെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
നല്ല ക്ലീനായിട്ട് വരും. എന്നിട്ട് വേണമെങ്കിൽ സ്റ്റീമും കൂടെ ചെയ്യാം. ഫേഷ്യൽ ചെയ്യാൻ വരുന്നവരോട് എത്ര ഇടവേളയിലായിരിക്കും മാം പറയാം, മന്ത്ലി ആണോ ചെയ്യേണ്ടത്? ബേസിക്കലി എന്തായി ഫേഷ്യൽ, അത് എത്ര ഇടവേളയിൽ ചെയ്യും? ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്കിന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും, ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയും അതും ഇതുമൊക്കെ ആയിട്ട് ഒത്തിരി ടയേർഡായിട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു സെൽഫ് പാമ്പറിങ് ആണത്. മനസ്സിലായോ? നമ്മളൊന്ന് പാമ്പർ ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണ്. ഒന്ന് ഫേസൊക്കെ ഒന്ന് ചെയ്ത് ആരും തന്നെത്താൻ സ്ക്രബ് ഇടാനോ പാക്ക് ഇടാനോ ആരും മെനക്കെടത്തില്ല. അപ്പോൾ ഇതുപോലെ സ്ക്രബൊക്കെ ഇട്ട് പാക്കൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പോകുമ്പോൾ അവർക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് വരും. വൺസ് എ മന്താണ് ഞാൻ സാധാരണ പറയുന്നത്. ഒരു ആഫ്റ്റർ 40 ഒക്കെ ആകുമ്പോഴത്തേക്കും വൺസ് എ മന്ത് ചെയ്യാം. അതിന് മുമ്പൊക്കെ ആണെങ്കിൽ ചെറിയ ടീനേജ് പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീനപ്പേ പറയുള്ളൂ. എന്തെങ്കിലും ഓറഞ്ച് ജ്യൂസോ വല്ലതൊക്കെ വെച്ചിട്ട് പിന്നെ ക്ലീനപ്പായിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങളവിടെ ഇത് ചെയ്യുന്നുണ്ട്, നാച്ചുറലായിട്ടുള്ള മാസ്ക് ഇട്ട് കൊടുക്കും, ഫ്രൂട്ട് മാസ്ക്. അങ്ങനെയൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത്. സ്കിന്നനുസരിച്ചിട്ടാണ് സാധാരണ. അതുപോലെ മാമിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞങ്ങൾ മുന്നേയൊക്കെ പറയും ഇപ്പോൾ സ്കൂൾ ടീച്ചർ ഒരു കോട്ടൺ സാരി ജസ്റ്റ് തലയിട്ട് അങ്ങനെ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഇമേജ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. എല്ലാവരും എന്നെ ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ കോൺഷ്യസ് ആണ്. അതിനുവേണ്ടി പഠിക്കുന്നുമുണ്ട്, നന്നായി മേക്കപ്പ് ചെയ്യാനും ഒക്കെ സ്ത്രീകളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവനവൻ പ്രസൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോൾ എവിടെ പോകണമെങ്കിലും എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡും നല്ലപോലെ ഒരുങ്ങി. സ്കൂൾ ടീച്ചേഴ്സൊക്കെ നല്ല, കാരണം പിള്ളേർ നോക്കും. എൻ്റെ കൊച്ചുമോളും കൊച്ചുമോനും അവരുടെ സ്കൂളിലെ ടീച്ചർ നല്ല ഡ്രസ്സ് ചെയ്ത് വന്നു, നല്ല ഡ്രസ്സ് ഇട്ടു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു. ഇച്ചിരി ഇല്ലാത്ത പിള്ളേർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് പിള്ളേരെല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സിനും പിള്ളേരെയൊക്കെ പ്ലീസ് ചെയ്യണമെങ്കിൽ അവർ നല്ല സ്റ്റൈലിൽ പോകണം. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നല്ലതായിട്ട് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഓർക്കായി ഇവരെന്താ ഒരുമാതിരി വന്നേക്കുന്നത്. പക്ഷേ നമ്മുടെ ഡ്രസ്സിങ്ങും എല്ലാത്തിലും വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ട്. എവിടെ ചെന്നാലും അതിൻ്റേതായിട്ടൊരു വ്യത്യാസമുണ്ട്. നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് നന്നായിട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ ഒത്തിരി മേക്കപ്പൊക്കെ ഇട്ട് വാരിയിട്ട് പോകണമെന്നല്ല, അതും കുറച്ച് ഓവറായി കഴിഞ്ഞാൽ വൃത്തികേടാണ്. ഒരു നല്ല നീറ്റ് ഡ്രസ്സിങ്. കുറേ ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു മെമ്മറബിൾ മൊമെൻറ്റ് ഷെയർ ചെയ്യാനുണ്ടോ? ബ്രൈഡ്സ് തന്നെ ആവണമെന്നില്ല, ഈ മേക്കപ്പിൻ്റെ ഒരു ജേണിയിൽ ഈ മൊമെൻറ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഓർക്കുന്നത്. അത് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു ക്ലയൻറ്റ്, രേഖ എന്നാണ് പേര്. അത് കഴിഞ്ഞ് ഇത്രയും സ്നേഹമുള്ള ഒരു ക്ലയൻറ്റ്, ഒത്തിരി വർഷം കൊണ്ട് ഇപ്പം എൻ്റെ ഒരു അടുപ്പമുള്ള രേഖ എൻ്റെ അടുത്ത്, രേഖ വന്നു. പിന്നെ രേഖയുടെ 2 മക്കൾ, ഒരു എയർ ഹോസ്റ്റസും ഒന്ന് വേറെ ഒരാൾ പുറത്ത്, ഒരാൾ ഇവിടെയുണ്ട്. അവർ 2 പേരെ ഞാൻ ഒരുക്കി. കൊച്ചുമോളെ കൊണ്ട് അവിടെ വരും മുടി വെട്ടിക്കാനൊക്കെ ആയിട്ട്, അതും വരും. പക്ഷേ രേഖ ഉണ്ടല്ലോ, ഇത്രയും നല്ലൊരു ക്ലയൻറ്റിനെ, കാരണം ഇന്നും പുള്ളിക്കാരി വന്നോണ്ടല്ലോ അവിടെ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്താൽ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അവർ പറയും ഞാൻ പറഞ്ഞു രേഖ എന്തിനാ ഇങ്ങനെ പൈസ കളഞ്ഞതിൻ്റെ ആവശ്യം, ഞാൻ മേടിച്ചു കൊടുത്താൽ കുഴപ്പമുണ്ടോ, എൻ്റെ ഒരു സന്തോഷം എന്നോട് പറയുന്ന. ഞാൻ അങ്ങനെ ഒരാളെ സത്യം പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ആർക്കും ഇങ്ങനെ പോയി മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അതിൽ നിന്ന് ഒത്തിരി കണ്ടു പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ വരുന്നുണ്ട്, എന്താ രേഖയുണ്ടോ, എനിക്കൊന്നും വേണ്ട. അവസാനം ഞാനപ്പോൾ അന്നേരം ഈ പറഞ്ഞ പോലെ എൻ്റെ മോനും അറിയാം ഞാനിത് പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരിക്കും തിരിച്ചങ്ങോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാർലറിലെ പിള്ളേർ തന്നെ പറയാം, ഓണവും ക്രിസ്മസും വരുമ്പോൾ രേഖ ചേച്ചി തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ അന്ന് വരണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു ക്ലയൻസിനെ കാണുമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്കതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ ഇല്ലേ. നമുക്കൊരു അങ്ങനെ ഒരാളെ കാണുകയെന്ന് വെച്ചാൽ എപ്പോഴും മേടിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുക, നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുക. അതൊരു ഭയങ്കര ഒരു ഇതല്ലേ പുള്ളിക്കാരിക്ക്. ഞാൻ എത്ര പറഞ്ഞിട്ടും അതെ, ഞങ്ങൾക്ക് വിഷമമായി ഇത്രയും എന്തിനാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അത് 2 ആഴ്ചയിലേക്കെങ്കിലും അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവർ ഭയങ്കര ഒരു സ്നേഹം. വേറെ ഒന്നുമല്ല, തിന്നാൻ തരുന്നതിൻ്റെ മേടിക്കുന്നതിൻ്റെ ഒന്നുമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഇന്ന് ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റ്സ്, അതായത് ഇത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, മാം വരുന്ന ഇപ്പോൾ സെലിബ്രിറ്റി മേക്കപ്പും ഒക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയമാണ്. പക്ഷെ മാം വരുന്ന 85, 90s ഇതിനത്ര കുറേ സോഷ്യൽ ടാബൂസ് ഉണ്ടായിരുന്നു. ഇതത്ര നല്ല പ്രൊഫഷനാണോ, ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആയ പോരെ എന്നൊക്കെ. അപ്പോൾ കുറേ ഇത്തരം കമൻസും ഒക്കെ കേട്ടിട്ടുണ്ടാവണം. ഇതൊക്കെ എങ്ങനെയാണ് അല്ല, അന്നേരം ഞാനിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ആരും എന്നോടത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല.
പുള്ളി അത് ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കത്തില്ല. അതിൽ എൻ്റെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. എന്നെ ആരും ഒന്നും നോക്കാൻ പോലും പുള്ളി സമ്മതിക്കത്തില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒന്നും കേൾക്കേണ്ട വന്നിട്ടില്ല. പിന്നെ എന്താ ആരെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചിട്ട് അവിടെ ആണുങ്ങൾക്ക് ബ്യൂട്ടി പാർലറുണ്ടോ, ഇപ്പോൾ ആണുങ്ങൾക്ക് വന്നാൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ക്രാങ്ക് കോൾസൊക്കെ വരും, അത്രയേ ഉള്ളൂ. അത് അപ്പം നമ്മൾ പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ ഇപ്പോൾ ആരും അങ്ങനത്തെ ഒരു വിളിയില്ല, ഒന്നുമില്ല. അങ്ങനെ കുറേ ശല്യങ്ങളൊക്കെ ഉള്ളതെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഹസ്ബൻഡ് ഉണ്ടപ്പോൾ പുള്ളി 100% എനിക്ക് ധൈര്യമാണ്. പുള്ളി അതുപോലെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അനില ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്ന ബ്രൈഡ്സിനോട് എന്താ പറയാനുള്ളത്? അതായത് എത്ര മന്ത്സ് മുന്നേ പ്രിപ്പറേഷൻസ് തുടങ്ങണം, എന്തൊക്കെ ശ്രദ്ധിക്കണം? അവർ പെട്ടെന്ന് ഇപ്പോൾ ഫേഷ്യലിനൊക്കെ എന്ന് പറഞ്ഞാൽ തലേൻ്റെ തലേദിവസം വന്ന് ചെയ്യാതെ അവർക്കൊരു 2-3 മാസം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പെങ്കിലും ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കണം. കാരണം പെട്ടെന്ന് തലേദിവസം വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ, ഇപ്പോൾ ഐബ്രോസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് ചുമന്നൊക്കെ വരും, വാക്സ് ചെയ്താൽ ചിലർക്ക് തടിച്ച് വരും. അപ്പോൾ നമുക്കതിന് 1 മാസം നമുക്കൊന്ന് എന്തെങ്കിലും ഒരു അലർജിയോ എന്തെങ്കിലും റിയാക്ഷനൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് 1 മാസം മുമ്പെങ്കിലും ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങിയാൽ നല്ലതാണ്. അപ്പം നമ്മൾ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ഓരോരുത്തരുടെ ഓരോ ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ അവർ വീട്ടിലെന്തൊക്കെ കെയർ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് പറയുന്നതല്ല, നമ്മൾ ഓരോരുത്തരുടെ സ്കിൻ പലർക്കും പലതായിരിക്കും ആവശ്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബ്രൈഡ്സിൻ്റെ അടുത്ത്. ഈ മേക്കപ്പിന് പോകുമ്പോൾ ഈ അനില ജോസഫിൻ്റെ മേക്കപ്പ് കിറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മേക്കപ്പ് കിറ്റിൽ സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇതൊന്നും വേണ്ടായിരുന്നു. ഒരു ഐബ്രോ പെൻസിലും ഒരു ലിപ്സ്റ്റിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വെളിയിലൊക്കെ എൻ്റെ 2 പിള്ളേരും പുറത്താണ്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷത്തിനാണ് ഞാൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ എനിക്ക് ഇന്നും ആ പ്രാന്താണ്, പിള്ളേർക്കറിയാം. അതുപോലെ പലതരം ഐ ഷാഡോസ്. എൻ്റെ മേക്കപ്പ് കിറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ ഞാൻ മേടിച്ചു വെക്കുന്നത് സ്പ്രേ. ആദ്യമേ തന്നെ സ്പ്രേ എന്ന് പറഞ്ഞാൽ ടോണിങ് ആദ്യമേ ക്ലെൻസിങ് ആദ്യമേ ചെയ്യും, പിന്നെ ടോണിങ്, പിന്നെ അടുത്തായിട്ട് മോയ്സ്ചറൈസിങ് വേണേ അത്, പിന്നെ അടുത്തായിട്ട് അതിൻ്റെ ഫൗണ്ടേഷന്, അങ്ങനെ ഓരോരോ പ്രൈമറ്, പിന്നെ ഫൗണ്ടേഷൻ, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. പിന്നെ ഐ ഷാഡോ തന്നെ ഇടുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൈമറ്, അതിൻ്റെ കൺസീലർ കണ്ണിൻ്റെ ചുറ്റും ഇടുന്നത്. ഐബ്രോ പെൻസിലാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഐബ്രോസിൻ്റെ പെൻസിലിൽ പല നിറത്തിലുള്ളതുണ്ട്. ബ്രൗൺ ഉണ്ട്, പിന്നെ സ്ട്രോക്ക് പോലെ ഇടുന്നതുണ്ട്, സ്ട്രോക്സായിട്ട് അങ്ങനത്തെ ഉണ്ട്. എനിക്കിപ്പോൾ എത്രയാ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഇന്നതെന്ന് പറയാം. ഇപ്പം നിർബന്ധമായിട്ട് ഒരു കെട്ട് സാധനങ്ങൾ വേണമെന്നേ പറയാൻ പറ്റുള്ളൂ. ഐ ഷാഡോ പാലറ്റാണെങ്കിൽ ഒരുപാടെണ്ണം വേണം. കാരണം നമ്മളിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ലിപ്സ്റ്റിക്ക് തന്നെ ഇപ്പോൾ ഒരു റെഡ് ഷെയ്ഡ് മാത്രം പോരാ. അത് അവർക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റ് ആക്കണം എന്ന് പറയും. ചിലപ്പോൾ ചിലർക്ക് ഇച്ചിരി കൂടെ ആ ചുണ്ടിൻ്റെ പുറത്തെ ലൈൻ ഇച്ചിരി കൂടെ ഡാർക്ക് ആക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ